വൈഷ്ണയുടെ കൂടെയുള്ളതാരാ? ഡോക്ടർ വിളിക്കുന്നു. അകത്തേക്ക് ഒരാൾ പറഞ്ഞു. നിങ്ങൾ രണ്ടും വൈഷ്ണയുടെ ആരാ? ബ്രദറാണോ? യെസ് ഡോക്ടർ, ഞാൻ വൈഷ്ണവിൻ്റെ ബ്രദറാണ്. വൈഷ്ണയ്ക്കിപ്പം എങ്ങനെയുണ്ട്? വൈഷ്ണയുടെ കേസ് ഇപ്പം വളരെ ക്രിട്ടിക്കലാണ്. ഒരു 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതേതായാലും ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ചുമ്മാതൊന്നും അല്ലല്ലോ, ഒരു കൊലപാതകത്തിൻ്റെ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ബാക്കി പോലീസ് വന്നിട്ട് തീരുമാനിക്കാം. ഡോക്ടർ, ഞങ്ങൾ എത്ര പൈസ വേണമെങ്കിലും ചെലവഴിച്ചോളാം. അവിടെ ഒരു കുഴപ്പം കൂടാതെ ഞങ്ങൾക്ക് പഴയതുപോലെ വേണം. ഒരു 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എത്ര പൈസ ചെലവഴിച്ചെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിച്ചെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുക, അതേ ഉള്ളൂ ഇപ്പോഴത്തെ ഒരു മാർഗം. ആ കുട്ടിയുടെ മുറിവ് വളരെ ആഴത്തിലാണ്. സോ എന്ത് സംഭവിക്കാം. കഴിവതും നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക ദൈവത്തോട്. ആ ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്ക് വേണോടാണ് എൻ്റെ ലൈഫും എൻ്റെ കൂടെ എനിക്ക് വേണോടാ. കരയല്ലടാ, അവക്കങ്ങനെ നമ്മളെ വിട്ട് പോകാനൊന്നും പറ്റില്ല. നീ ആ ഡോക്ടർ പറഞ്ഞ് കേട്ടില്ലടാ എന്ത് സംഭവിക്കുമെന്നൊക്കെ. എടാ, എനിക്ക് അവളില്ലാണ്ട് പറ്റില്ലടാ. എനിക്ക് വേണോടാ അവളെ. എടാ സിദ്ധു, നീ ഇങ്ങനെ കരയാതെ. അവൾക്കൊന്നും സംഭവിക്കില്ല. അവൾ തിരിച്ചു വരും. നമ്മുടെ അമ്മോന് നമ്മളെ വിട്ടെങ്ങനെ പോകാൻ പറ്റുമോടാ? അവള് വരുവടാ. മോനെ, അച്ചു, അമ്മോനെങ്ങനെയുണ്ടടാ? ഡോക്ടർ എന്താ പറഞ്ഞേ? അമ്മ പേടിക്കാനൊന്നുമില്ല. ഒരു 48 മണിക്കൂർ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനൊക്കെ ഉള്ളൂ. അവളിപ്പം ഒബ്സർവേഷനിലാണ്. അമ്മ പേടിക്കൊന്നും വേണ്ട. വീട്ടിൽ പോകാൻ നോക്ക് കേട്ടോ. എൻ്റെ മോളിവിടെ ജീവന് വേണ്ടി പോരാടുമ്പോൾ ഞാൻ എങ്ങനെയാടാ അച്ചു ആ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുക? നീ പറ. അമ്മ, ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ വേഗം വീട്ടിൽ ചെല്ലാൻ നോക്ക്. നീ മാളു, നീ അമ്മയെ വിളിച്ചോണ്ട് വീട്ടിൽ പോകാൻ നോക്ക്. നിങ്ങൾ രണ്ടുപേരും ചെല്ലുക. നിങ്ങൾ രണ്ടാളും എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അമ്മ വരട്ടെ, അവളെ കണ്ണു തുറന്നൊന്ന് സംസാരിക്കാറ്. ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല, പറഞ്ഞു വിടണ്ട. മോളെ, നീ അമ്മയും കൊണ്ട് വേഗം വീട്ടിൽ പോകാൻ നോക്ക്. ഏതായാലും അമ്മൂന് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ അവർ പറഞ്ഞേ. നീ അമ്മയും കൊണ്ട് വീട്ടിൽ ചെല്ലുക. അവിടെ മുത്തശ്ശനും തനിച്ചേ ഉള്ളൂ, വേറെ ആരുമില്ല. നിങ്ങൾ രണ്ടുപേരും പോകാൻ നോക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഏതായാലും ഞങ്ങൾ 3 ഇവിടെ ഇല്ലേ. ഡോക്ടർ, നമ്മൾ വിളിച്ച പ്രകാരം പോലീസ് എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ അകത്തേക്ക് വിളിക്കട്ടെ? യെസ്. ഹലോ ഡോക്ടർ, ഞാൻ അഭിരാം വിശ്വനാഥ്. പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയാണ്? സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണോ ആ കുട്ടി ഇപ്പോൾ ഉള്ളത്? ആ കുട്ടിയുടെ സ്റ്റേജ് കുറച്ച് ക്രിട്ടിക്കലാണ്. ഒരു 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. ശരി. ആ കുട്ടിയുടെ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ബന്ധുക്കളോ മറ്റോ? സാർ, ആ കുട്ടിയുടെ ബ്രദറും ഫാമിലിയും ഒക്കെ പുറത്ത് നിൽപ്പുണ്ട്. ഇതൊരു
മർഡർ അറ്റംപ്റ്റിനുള്ള സാധ്യത കണ്ടുകൊണ്ടാണ് ഞങ്ങളിപ്പം പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. കാരണം ആ കുട്ടിയുടെ മുറിവ് വളരെ ആഴത്തിലാണ്, ഒരുപാട് ബ്ലഡും പോയേക്കുന്നുണ്ട്. ഇപ്പം നല്ല സീരിയസ് കണ്ടീഷനിലാണ് ആ കുട്ടി ഇപ്പോൾ ഉള്ളത്. ഓ ശരി, എന്നാ താങ്ക്സ് ഡോക്ടർ. അഭിയല്ലേ ഇത് ആ ഡോക്ടറിന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ആ അതേലോ. അഭി ഒന്നവിടെ നിന്നേ. ഏയ് അച്ചു, വാട്ട് എ സഡൻ സർപ്രൈസ്. എത്ര നാളായി മാൻ നിന്നെ കണ്ടിട്ട്. അല്ല, നീ എന്താ എവിടെ? അച്ചു, നീ നീ എന്താണ് പറയുന്നത്? ആ വൈഷ്ണവ് എന്ന് പറയുന്ന പേഷ്യന്റ്, അത് അത് നമ്മുടെ അമ്മ ആണോടാ? അവൾക്ക് എന്താടാ പറ്റി? പൊന്നുപോലെ നോക്കണെന്ന് പറഞ്ഞല്ലേടാ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയത് നിന്നെ. ഒക്കെ നിന്നെപ്പോലെ സ്നേഹിച്ച എൻ്റെ സ്വന്തം അനിയത്തിനെ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയ ആരാണേലും അവനെ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ഇതെൻ്റെ മോക്ക് ഈ അഭിയേട്ടൻ തരുന്ന വാക്ക്. എനിക്കെൻ്റെ താരേനെയോ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവനെ നിയമത്തിൻ്റെ മുന്നിൽ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുപോലെ ആവില്ല എൻ്റെ അമ്മൂൻ്റെ കാര്യം. അച്ചു, അവൻ അധികം നാൾ പുറത്ത് കാണില്ല. അവന് എത്രയും വേദന ഞാൻ കൊടുക്കും. എൻ്റെ ജീവൻ്റെ പാതിയുടെ നീർക്ക അവൻ കൈയോങ്ങിയിരിക്കുന്നത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അമ്മൂനെ മുറിയിൽ ആദ്യം കണ്ടതാരാ? എല്ലാം വളരെ വ്യക്തമായി എനിക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തരണം. അല്ല, ഈ നിൽക്കുന്നത് ആരാ? ഇവനെന്താ ഇവിടെ? ആരാ അച്ചു ഇവൻ? നിന്റെ ഫ്രണ്ട് മറ്റോ ആണോ? ആരാണേലും എനിക്ക് ചോദ്യം ചെയ്തേ പറ്റും. മോനെ, ഇത് അച്ചുവിൻ്റെ ഫ്രണ്ടാണ് സിദ്ധാർത്ഥ്. അമ്മോനെ കണ്ടത് സിദ്ധുവാണ്. ശരി. സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എല്ലാവരും ചോദ്യം ചെയ്തേണ്ടി വരും. സോ എല്ലാവരും ഒന്ന് സഹകരിക്കേണ്ടതാണ് അതിന്. എനിക്ക് സിദ്ധാർത്ഥെ ഒന്ന് ചോദ്യം ചെയ്യണം. സിദ്ധാർത്ഥ് ഒന്ന് അപ്പുറത്തേക്കൊന്ന് വരേണ്ടതാണ്. വേറൊന്നും അല്ലടോ, അമ്മൂനെ ആ രീതിയിൽ താനല്ലേ കണ്ടത്? അവക്കിപ്പം എങ്ങനെയുണ്ട്? ഒരു 48 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവളിപ്പം ഒബ്സർവേഷനിലാണ്. എനിക്കുറപ്പാ അമ്മൂൻ്റെ ഈ അവസ്ഥ കാരണം അവനായിരിക്കും. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചന്ന് തൊട്ട് തുടങ്ങിയതാ അവൻ്റെ ഈ സ്വഭാവം. അവനെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ എൻ്റെ അമ്മ. അച്ഛൻ്റെ കൂട്ടുകാരനല്ലെന്ന് വെച്ചിട്ടാ ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത്. ഇനി എന്നെ കൊണ്ടാവില്ല അതിന്. താനിത് ആരെ പറ്റിയാ പറയുന്നത്? വേറെ ആരുമല്ല, അച്ഛൻ്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞു ഒരുത്തൻ വന്നിട്ടില്ലേ അമേരിക്കയിൽ നിന്ന്, അവൻ തന്നെ. നിർത്തും മാഷെ, സിദ്ധുവിനൊരിക്കലും അമ്മൂനെ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവന് ജീവൻ അവളെന്ന് വെച്ചാൽ അങ്ങനെയുള്ള അവന് അമ്മൂനെ കൊല്ലാൻ നോക്കുമോ? മാഷ് നിർത്തിക്കുമെന്നോ? നിങ്ങൾക്ക് അല്പമെങ്കിലും മാനേഴ്സ് ഇല്ലേ മിസ്റ്റർ? ഇതൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ വെച്ചാണ് തീർക്കേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടാ.
ഞാനും അമ്മുവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനെ ഞാൻ കണ്ടുപിടിക്കും. അതിനി നീയാണെങ്കിൽ നിയമത്തിന് മുന്നിൽ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്താ പോകാനാണോ ഉദ്ദേശം നിനക്ക്? ഇത്രയും കാലം എൻ്റെ കൂടെ കണ്ടിട്ട് എത്ര പെട്ടെന്നാണ് നിനക്ക് എന്നെ ഇട്ടിച്ച് പോകാൻ തോന്നണം. എൻ്റെ പെണ്ണ്, എനിക്ക് പറ്റില്ലടി നീ ഇല്ലാണ്ട്. കിടക്കുന്ന കിടപ്പുണ്ടല്ലോ, ഒന്നിച്ച് ഒന്ന് വഴക്ക് പറയടി എന്നെ. ഹലോ അച്ചു. ആ എടാ ഇത് ഞാനാ, അബിയ. ആ ആടാ അബി. ആ നീ വിളിച്ചെന്താ കാര്യം പറ. ആ എടാ നീ സിദ്ധുവായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് വരണം, മൊഴി എടുക്കാനായിട്ടാണ്. എടാ അത് ഇന്നലെ അല്ല എടുത്തിട്ട് പോയതല്ലേ, പിന്നെന്താ ഇപ്പം ഇങ്ങനെ വിളിക്കണേ? നീ പേടിക്കൊന്നും വേണ്ടടാ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? പിന്നെന്താ. ആടാ എനിക്ക് എന്നെ വിശ്വാസമൊക്കെ തന്നെയാ. ശരി, ഞങ്ങളെന്നാ വന്നേക്കാം. എടാ സിദ്ധു, നീ ഒന്ന് വേഗം റെഡി ആയിക്കേ, നമുക്ക് സ്റ്റേഷനിൽ വരെ ഒന്ന് പോയിച്ച് വരാം. അയ്യേ, നീ എന്താണ് കൊച്ചു കുട്ടികളെ പോലെ? അവൾക്കൊന്നുമില്ല, അവൾ നമ്മളുടെ അടുക്കെ പഴയതുപോലെ തിരിച്ചു വരും. നീ വിഷമിച്ചിരിക്കാതെ വേഗം പോയി മുഖമൊക്കെ കഴുകി വാ, വേഗമാട്ടെ. അവളെ പഴയതുപോലെ ലൈഫിലേക്ക് തിരിച്ചു വരാനല്ലേ ഞാൻ ആഗ്രഹിക്കുന്നത് പോലും. എനിക്ക് സഹിക്കുന്നില്ലടാ അവിടെ കിടപ്പ്, എന്നെ കൊണ്ട് കഴിയുന്നില്ല. എടാ അച്ചു, ഈ മാഷ് എങ്ങനെ ആള്? നമ്മുടെ അമ്മുവിൻ്റെ കല്യാണം ആലോചിച്ച് വന്ന് ആ മാഷല്ലേ പുള്ളിക്കാരൻ. മാഷിനെ പറ്റി പറയാനാണെങ്കിൽ മാഷ് ആളൊരു ജെന്റിൽമാനാണ്, പിന്നെ അതേ പ്രശ്നങ്ങൾക്കൊന്നും പോവില്ല. നല്ല ഡീസൻ്റായിട്ട് അടങ്ങി ഒതുങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങേര്. എന്താണ് സിദ്ധു ഇപ്പം മാഷിനെ പറ്റി നീ ചോദിക്കാൻ കാരണം? നത്തിങ്. എത്ര ഡീസൻ്റാന്ന് പറഞ്ഞാലും ഏതൊരു നല്ല മനുഷ്യനും അങ്ങേർക്ക് അതിൻ്റെ പാസ്റ്റ് കാണില്ലേ? എനിക്കതാണ് അറിയേണ്ടത്, അങ്ങേരുടെ പാസ്റ്റ്. ഗോവിന്ദ മാഷിനെ പറ്റി പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ ഇവിടെ അല്ല ജനിച്ചതും വളർന്നതൊന്നും. പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ഒരു വാദ്യരായിരുന്നു, ഒരു സ്കൂളിലെ മാഷായിരുന്നു. ഇപ്പം മാഷ് ഗോവിന്ദ മാഷ് പഠിപ്പിക്കുന്നില്ലേ, ആ സ്കൂളിലെ സാറായിരുന്നു കണക്കിൻ്റെ. എനിക്ക് തോന്നുന്നു ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് മാഷ് ഇവിടെ വന്നത് ഈ സ്കൂളിൽ പഠിക്കാനായിട്ട്. മാഷിൻ്റെ അമ്മ മാഷിൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. സോ അച്ഛനായിരുന്നു വളർത്തിയതല്ല. മാഷൊരു +1 +2 ആ ടൈമിൽ എത്തിയപ്പോഴത്തേക്കും മാഷിൻ്റെ അച്ഛന് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പിന്നെ മാഷിനെ നോക്കിയത് മാഷിൻ്റെ ഒരു അമ്മാവനായിരുന്നു. ഓക്കെ, നിൻ്റെ ഈ മാഷിന് വല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മറ്റെങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ പുള്ളിയുടെ ഫാമിലിയായിട്ട്? അല്ല, ഒരമ്മാവനല്ലേ വളർത്തിയെന്നൊക്കെ പറഞ്ഞേ, പിന്നീട് പുള്ളിക്കാരൻ എങ്ങനെയാ? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പക്ക ഡീസൻ്റ് ആയിട്ട് മനുഷ്യനാണ്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ അമ്മാവൻ ആളൊരു തന്നെയാണ്, എപ്പോഴും വെള്ളത്തിൻ്റെ പുറത്തായിരിക്കും. പുള്ളിയുടെ വൈഫുണ്ടായിരുന്നു ഉടനെ, അപ്പം പുള്ളിക്കാരിയായിരുന്നു നോക്കിയത്. അല്ല സിദ്ധു, നീ ഇപ്പം എന്തിനാ മാഷിനെ പറ്റിയൊക്കെ തിരക്കിയേ? എന്താ കാര്യം? ഏയ് ഒന്നുമില്ലടാ, വെറുതെ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തിരക്കിയതാ. അല്ല, ഈ മാഷിൻ്റെ അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ടോ? അങ്ങനെ കാണാനായിട്ട് വല്ല വഴിയുണ്ടോ? പുള്ളിയുടെ അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ട്. ഭാര്യ മരിച്ചുപോയി, ക്യാൻസറായിരുന്നു. എല്ലാ കള്ളുഷാപ്പിലോ എവിടെയെങ്കിലൊക്കെ തിരിഞ്ഞ് ആൾപ്പുണ്ടായിരിക്കും. ആളൊരു കുടിയനാടാ, അവിടെ എവിടെയെങ്കിലൊക്കെ കാണും. എടാ ഞാനെന്നാ റെഡിയായി ഹോസ്പിറ്റലിലോട്ട് പോട്ടെ കേട്ടോ. ശരിയടാ, എന്നാ നീ പോയിച്ച് അവളുടെ വിവരം എന്തായെന്ന് പറ. സംതിങ് ഫിഷി, മൊത്തത്തിലൊന്ന് അഴിച്ച് പണിയേണ്ടതായിട്ടുണ്ട്. ആദ്യം ആ അമ്മാവനെ ഒന്ന് കണ്ടുപിടിക്കണം. അങ്ങേര് കണ്ടുകിട്ടിയിട്ട് വേണം
ബാക്കി കാര്യങ്ങൾ അങ്ങേരോട് ചോദിച്ചറിയാനായിട്ട്. ആ മാഷ് വല്ലതും ആണെങ്കിൽ അങ്ങേരെ ഞാൻ പൂട്ടും.